APJ Abdul Kalam Technological University 2024 scheme Engineering Graphics and Computer Aided Drawing Model Question Paper Discussion Video ആണിത്. ഇതിലത്തെ 4th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മൊഡ്യൂൾ 2 പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Draw the projections of a triangular pyramid 35 mm side and height 65 mm long. If it is resting on one of the corners of the base in HP with the slant edge containing that base corner making an angle of 30 degree with HP and top view of the axis making an angle of 45 degree with the XY line. Okay, solid triangular pyramid ആണ്. ഇപ്പോൾ triangular pyramid റെസ്റ്റിംഗ് ഓൺ കോർണർ ഓഫ് ബേസ് ഓൺ HP. അപ്പോൾ കോർണറിലാണ് HP-യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ XY ലൈന് താഴെയാണ് ട്രയാങ്കുലർ പിരമിഡ് ട്രയാങ്കുലർ ബേസ് വേണ്ടത്. അതും കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കോർണർ വേണം. ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ തന്നെ കിട്ടും. അതിൻ്റെ ഹൈറ്റ് 65 ആണ്. പിന്നെ സ്ലാൻഡ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ ആണ് 30 ഡിഗ്രി തന്നിരിക്കുന്നത്. ആക്സിസ് അല്ല, തെറ്റിപ്പോകരുത്. ആക്സിൻ്റെ ഇൻക്ലിനേഷൻ ആണെങ്കിൽ ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി വിത്ത് HP എന്ന് തരും. അപ്പോൾ രണ്ടാമത് നമ്മൾ HP ആയിട്ടുള്ള ചേഞ്ചാണ് കൊണ്ടുവരേണ്ടത്. ആക്സിൻ്റെ ഇംഗ്ലീഷാണ് തന്നിരിക്കുന്നത്. ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് XY ലൈൻ എന്ന് തന്നു. തേർഡ് സ്റ്റേജിൽ ആക്സിനെയാണ് മാറ്റി വരയ്ക്കേണ്ടത്. അപ്പാരൻ്റ് ആംഗിൾ ആണ് വേണ്ടത്. ബട്ട് അപ്പാരൻ്റ് ആംഗിളായ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസിൻ്റെ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് സിമ്പിൾ പൊസിഷനിൽ ടോപ്പ് വ്യൂവിൽ ട്രയാങ്കിൾ വൺ സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ, അത് റൈറ്റ് സൈഡിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുക, ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുക. സൈഡ് 35 ആണ്, ഹൈറ്റ് 65 ആണ്. XY ലൈൻ വരയ്ക്കുക. 35 mm ബേസ് എഡ്ജ് വരുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട്, അങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ ടോപ്പിൽ ട്രയാങ്കിൾ വരയ്ക്കുക. പിരമിഡാണ്. ഫേസ് എഡ്ജസ് വരയ്ക്കണം, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. നെയിം ചെയ്യുക. ABC ആൻഡ് അപ്പെക്സ് O. OA OB OC ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ABC HP-യിലാണ്, ബേസ് HP-യിലാണ്. അപ്പോൾ A' B' C' XY ലൈൻ കിട്ടും, പ്രൊജക്റ്റ് ചെയ്യുക. O' ആക്സിസിൻ്റെ ഹൈറ്റാണ് കിടക്കുന്നത്. അതായത് 65 mm എബോ HP. ദാറ്റ് മീൻസ് 65 mm എബോ XY ലൈനായിട്ട് O' സെൻട്രൽ ലൈൻ യൂസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് O' A', O' B' ആൻഡ് O' C' ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. $65 mm എബോ ആയിട്ട് O' ലൊക്കേറ്റ് ചെയ്യുക. ആക്സിസ് ലൈൻ വരയ്ക്കുക. O' A' ആൻഡ് O' C', O' B' കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ബേസും തിക്ക് ലൈനായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് HP ക്വസ്റ്റിന് പ്രോബ്ലം ആയതുകൊണ്ട് HP ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. HP ആയിട്ടുള്ള ചേഞ്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റെസ്റ്റിംഗ് ഓൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ബേസ് ഇൻ HP വിത്ത് സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് ബേസ് കോർണർ. അതായത് റെസ്റ്റ് ചെയ്യുന്ന ബേസ് കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ് അത് 30 ഡിഗ്രി വിത്ത് HP എന്നാണ്. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന കോർണർ B' ആണ്. B' കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ് B', ആ B', ആംഗിളാണ് 30 ഡിഗ്രി, അല്ലാതെ ആക്സിസിൻ്റെ അല്ല. ആക്സിനാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP എന്ന് തന്നിട്ടുണ്ടാവും. B1' ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ B', ലെങ്ത്തിൽ 30 ഡിഗ്രിയിൽ വരച്ചിട്ട് ഈ പോയിൻ്റ് A' C' പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുക. ആർക്ക് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ആർക്ക് കട്ട് ചെയ്യുക. B1' XY ലൈൻ ലൊക്കേറ്റ് ചെയ്യുക. B', O' ലെങ്ത് 68 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ B', ലെങ്ത്തിൽ 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക. കാരണം B', O', ആംഗിളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത്
റസ്റ്റ് ചെയ്യുന്ന കോർണർ ബി ഡാഷ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് എഡ്ജായ ബി ഡാഷ് ഒ ഡാഷിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണ് തന്നിരിക്കുന്നത്. അതായത് ഫേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെ O1 ഡാഷ് ലൊക്കേറ്റ് ചെയ്തു. ഈ പോയിൻ്റ് A1 ഡാഷ് C1 ഡാഷ് കാണണം. അതിന് ബി ഡാഷ് A1 ഡാഷ് ആർക്ക് ബി ഡാഷിന് കട്ട് ചെയ്യുക. അതേപോലെ O ഡാഷ് എ ഡാഷ് ആർക്ക് O ഡാഷിന് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ A1 ഡാഷ് C1 ഡാഷ് കിട്ടും. സെക്കൻഡ് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് O ഡാഷ് ബി ഡാഷ് അതേപോലെ A1 ഡാഷ് C1 ഡാഷ് ഇതിലൂടെ താഴോട്ടേക്ക് പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. ABC-യിൽ നിന്നും Oയിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. കറസ്പോണ്ടിങ് B1 A1 C1 O1 ലൊക്കേറ്റ് ചെയ്യുക. പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. പോയിൻറ്റ്സിനെ നെയിം ചെയ്യുക. ഇനി ബേസ് എഡ്ജസ് ജോയിൻ ചെയ്യണം, ഫേസ് എഡ്ജസും ജോയിൻ ചെയ്യണം. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബേസിനെ കമ്പയർ ചെയ്തിട്ട് അപ്പെക്സ് ആണ് കാണുന്നത്. അതുകൊണ്ട് ഈ ബേസ് ഇൻവിസിബിൾ ബേസ് ആണ്. അതുകൊണ്ട് C1 B1 ആൻഡ് B1 A1 ഡാഷ് ലൈൻ ആയിരിക്കും. ബാക്കിയുള്ള ബേസ് എഡ്ജസ് ഒക്കെ വിസിബിൾ ലൈൻ ആയിരിക്കും. കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഈ രണ്ട് ലൈനും ഡാഷ് ലൈൻ ആയിരിക്കും. C1 O1 ആൻഡ് A1 O1 അത് ബൗണ്ടറി ലൈൻസ് ആണ്. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഫേസ് എഡ്ജസ്. ഇനി BO ഡാഷ് ലൈൻ ആയിരിക്കും. ഇനി സെൻറ്റർ ലൈൻ ടു ഇവിടെ B വരെ അത് ചെയിൻഡ് ഇൻ സിംഗിൾ ഡാഷ് ലൈനാണ്. കാരണം ആക്സിസ് ലൈനും ഡാഷ് ലൈനും ഇവിടെ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യും. അപ്പം പ്രയോറിറ്റി ഡാഷ് ലൈനാണ്. അത് റിയലാണ്. ആക്സിസ് ലൈൻ ഇമാജിനറി ലൈനാണ്. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റേജിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അത് VP ആയിട്ടുള്ള ചേഞ്ചാണ് തരുന്നത്. അത് തന്നിരിക്കുന്നത് the top view of the axis making an angle of 45 degree with XY line. ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ, അത് ഈ പോയിന്റിൽ നിന്ന് O1ലേക്കുള്ള ഈ ആക്സിസ് ലെങ്ത്, ഇതിൻ്റെ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി വിത്ത് റെഫറൻസ് ലൈൻ ആണ്. അപ്പോൾ ഇവിടെ മാറ്റി വരയ്ക്കേണ്ട ലൈൻ ആക്സിസ് ആണ്. അപ്പോൾ ആക്സിസിൻ്റെ ലെങ്ത് റിഡ്യൂസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്സിസ് അപ്പാരൻ്റ് ആംഗിൾ വരയ്ക്കണം. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അപ്പാരൻ്റ് ആംഗിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ലൈൻ എടുത്തിട്ട് അതിലേക്ക് ഈ ആക്സിസ് വരുന്ന രീതിയിൽ ഈ ട്രയാങ്കിളിനെ മാറ്റി വരയ്ക്കുക. തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യനിൽ പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ബേസ് ഈസ് നിയറർ ടു VP എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പോൾ 4 പൊസിഷൻസ് പോസിബിളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സ്പേസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി ലൈൻ ഈ ഡയറക്ഷനിലേക്കോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ വരച്ചിട്ട് നമുക്ക് ബേസ് നിയറായിട്ടും ബേസ് ഹെവി ആയിട്ടും ഒക്കെ നമുക്ക് അടുത്ത സ്റ്റേജ് മാറ്റി വരയ്ക്കാൻ പറ്റും. 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഇവിടെ O1 എടുത്തിട്ട് ഇവിടെ ബേസ് വരുന്ന രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിൽ വരയ്ക്കാം. അതിന് ഈ O1 ഈ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ ലൈനിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള B1ലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ എടുത്തിട്ട് B1 കിട്ടിയതിന് ശേഷം ആർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ടോ ഈ C1 D1 ഇവിടെ കറസ്പോണ്ടിങ് C2 D2 കണ്ടെത്തുക. ഞാനിവിടെ ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. CAD-ലാണ് ചെയ്യുന്നത്. നിങ്ങൾ വരയ്ക്കുക തന്നെ ചെയ്യാം. അതൊക്കെ വരയ്ക്കുന്നതൊക്കെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തേർഡ് ടോപ്പ് വ്യൂ. ഇനി ഫൈനൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് O2ൽ നിന്നും A2 C2 B2ൽ നിന്നൊക്കെ XY ലൈന് പെർപെൻഡിക്കുലറായിട്ട് മുകളിലോട്ടേക്ക് പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക.
അതുപോലെ O1 ഡാഷ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതേപോലെ C1 ഡാഷ് A1 ഡാഷ് B1 ഡാഷ്. A2 ഡാഷ് B2 ഡാഷ് C2 ഡാഷ് O2 ഡാഷ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. C1 ഡാഷ് C1 C2 ഡാഷ് A1 ഡാഷ് A1 A2 ഡാഷ് B1 ഡാഷ് B2 ഡാഷ് അങ്ങനെ പോയിൻറ്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്ത് നെയിം ചെയ്തു. താഴെ നോക്കുമ്പോൾ ബേസ് ആണ് വിസിബിൾ. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ബേസ് വിസിബിൾ ബേസ് ആണ്. വിസിബിൾ ബേസിൻ്റെ എഡ്ജസ് ഒക്കെ വിസിബിളായിട്ട് വരയ്ക്കുക. A2 ഡാഷ് B2 ഡാഷ് C2 ഡാഷ് ആൻഡ് A2 ഡാഷ് ലൈൻ ഇത് വിസിബിൾ ബേസ് ആയതുകൊണ്ട് തിക്ക് ലൈൻ ആയിരിക്കും. A2 ഡാഷ് O2 ഡാഷ് ബൗണ്ടറി വിസിബിൾ ഫേസ് എഡ്ജ്. B2 ഡാഷ് O2 ഡാഷും ബൗണ്ടറിയാണ് വിസിബിൾ ആയിരിക്കും. C2 ഡാഷ് O2 ഡാഷും വിസിബിൾ ഫേസ് എഡ്ജ് ആയിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നു. ആൻസർ കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻ ചെയ്യാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ ചെയ്തില്ലെങ്കിൽ ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ ആൻഡ് നീറ്റ്നെസ്സിന് 1 മാർക്ക് വരുന്നുണ്ട്. ആൻസർ കീ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിന് 4 മാർക്ക്, സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 5 മാർക്സ്, ഫൈനൽ ആൻസറിന് 5 മാർക്സ്, 1 മാർക്ക് ഫോർ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ.